വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവായ യേശുവിൻ്റെ വലിയ നാമത്തിൽ നിങ്ങളെ എല്ലാവരെയും ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ദമ്പതികൾക്ക് വേണ്ടിയുള്ള പ്രത്യേകമായ ഒരു സന്ദേശം നൽകുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം ക്രിസ്ത്യാനിക്ക് വിവാഹ മോചനം സാധ്യമോ എന്നുള്ളതാണ്. ക്രിസ്ത്യാനിയായിരിക്കുന്ന അല്ലെങ്കിൽ ക്രൈസ്തവ ദമ്പതികൾക്ക് വിവാഹിതർക്ക് വിവാഹമോചനം സാധ്യമോ? ദൈവം ഇത് അനുവദിക്കുന്നുണ്ടോ? ഇതിനെക്കുറിച്ച് ദൈവം എന്തു പറയുന്നു? ദൈവത്തിൻ്റെ അഭിപ്രായം എന്താണ്? ഈ വിഷയത്തെക്കുറിച്ച് തിരുവചനം എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് വചനത്തിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാം. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 3-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ ഒരാവശ്യവുമായിട്ട് ഫരീസയർ യേശുവിൻ്റെ അടുക്കൽ വരികയാണ്. യേശുവിനെ തെറ്റിൽ കുടുക്കുവാൻ വേണ്ടിയിട്ട്, പരീക്ഷിക്കുവാൻ വേണ്ടി ഒരു ചോദ്യവുമായിട്ടാണ് യേശുവിൻ്റെ അടുക്കൽ ഈ പരീശന്മാർ വന്നത്. വിവാഹം കഴിച്ച വ്യക്തി ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമോ? നിയമം അനുവദിക്കുന്നുണ്ടോ? ഇതിനുള്ള മറുപടിയായിട്ടാണ് പ്രിയമുള്ളവരെ യേശു അതിമനോഹരമായ ദമ്പതികൾക്ക് വേണ്ടി, ഭാര്യ ഭർത്താക്കന്മാർക്ക് വേണ്ടി, വിവാഹിതർക്ക് വേണ്ടി മനോഹരമായ ഒരു സന്ദേശം നൽകുന്നുണ്ട്. ഒരുപക്ഷേ ഈ ഫരീസയർ ഇങ്ങനെ വന്ന് ചോദിച്ചത് തന്നെ വളരെ നന്നായിരുന്നു എനിക്ക് തോന്നുകയാണ്. കാരണം അങ്ങനെ ചോദിച്ചത് കൊണ്ടാണ് ആ വിഷയത്തെക്കുറിച്ച് യേശുവിന് വളരെ വ്യക്തത നൽകുവാനായിട്ട് സാധിച്ചത്. ഇത് നമുക്കെല്ലാവർക്കും ഒരു ഗുണപാഠമാണ്. അപ്പം യേശു എന്താണ് അതിന് ആൻസർ പറഞ്ഞത്? യേശു പറയുകയാണ്, ആദ്യം മുതലേ ഞാൻ അവരെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു. ആദ്യം തന്നെ മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുന്നത് തന്നെ ആദിമ മനുഷ്യൻ്റെ അകത്ത് ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു. സ്ത്രീയും പുരുഷനും കൂടെ ചേർന്ന വ്യക്തിയാണ് ആദ്യത്തെ മനുഷ്യൻ, ആദാം എന്ന് പറയുന്ന ആൾ. അപ്പം ആദ്യത്തെ മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ സ്ത്രീയും പുരുഷനും ചേർന്ന വ്യക്തിയായിട്ടാണ് സൃഷ്ടിച്ചത്. ആയതിനാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്തരുത് എന്ന് ഇതാ സുവിശേഷം നമ്മളെ പഠിപ്പിക്കുക. വിവാഹം കഴിക്കുന്നവർ മാതാപിതാക്കളെ വിട്ട്
മാതാപിതാക്കളെ വിട്ട് അവർ ഒന്നാകുന്നു. ഈ കാരണത്താൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ദൈവം ചെയ്ത ഒരു പ്രവൃത്തിക്കകത്ത് പിന്നെ വേറെ ആരും പ്രവർത്തിക്കുവാൻ കളിക്കുവാനിട്ട് പോകരുത്. വിവാഹം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു കൂദാശയാണ്. അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ആദിയിലെ ഏദൻ തോട്ടത്തിൽ ദൈവം സ്ത്രീയെയും പുരുഷനെയും ഒന്നിച്ച് കൂട്ടിച്ചേർത്തു. അതേ പ്രവൃത്തിയാണ് വിവാഹം എന്ന കൂദാശയിലൂടെ സംഭവിക്കുന്നത്. മലാക്കിയുടെ പുസ്തകം 2-ാം അധ്യായം 15-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നു: നിങ്ങൾ വിവാഹിതരായപ്പോൾ ഞാൻ അവിടെ ഒരു സാക്ഷിയായി സന്നിഹിതനായിരുന്നില്ലേ എന്ന്. പ്രിയമുള്ളവരെ, എന്താണ് ഈ വചനം പഠിപ്പിക്കുന്നത്? ഒരു ദൈവ പൈതൽ വിവാഹം കഴിക്കുമ്പോൾ, ഒരു ക്രൈസ്തവ വിവാഹത്തിൽ ഭാര്യയും ഭർത്താവും വിവാഹിതരാകുമ്പോൾ അവരുടെ മധ്യത്തിൽ സാക്ഷിയായിട്ട് ദൈവം കടന്നു വരികയാണ്. ഇപ്പോഴൊക്കെ നമ്മുടെ വിവാഹത്തിന് സാക്ഷി എന്ന് പറയാൻ അപ്പൻ്റെ ഏട്ടന്മാരോ അപ്പൻ്റെ അനിയന്മാരോ സാക്ഷിയായിട്ട് അവിടെ കൈ പിടിക്കാറുണ്ട്. അത് ദൃശ്യമായി. ഇനി ഈ വിവാഹിതരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാലും എത്ര സാക്ഷികൾ അതിനകത്ത് ഇടപെടാറുണ്ട്. സാക്ഷികളെയൊന്നും, സാക്ഷ്യം പറഞ്ഞവരെയൊന്നും പിന്നെ അവിടെ കാണാറില്ല. അനുഭവിക്കേണ്ടത് ഈ ദമ്പതികൾ തന്നെ. എന്നാൽ തിരുവചനം പഠിപ്പിക്കുകയാണ്, ദേവാലയത്തിൽ വെച്ച് നിങ്ങൾ വിവാഹം കഴിച്ചപ്പോൾ അവിടെ ഞാൻ സാക്ഷിയായി ഞാൻ വന്നിരുന്നു എന്ന്. ഞാനാണ് അതിന് സാക്ഷി. നിങ്ങളുടെ വിവാഹത്തിന് നിങ്ങളെ ഒന്നിപ്പിച്ച സാക്ഷിയാ ഞാൻ അവിടെ സന്നിഹിതനായിരുന്നു. അപ്പോൾ ആ കർത്താവ് പറയുകയാണ്, ആയതിനാൽ ദൈവം കൂട്ടിച്ചേർത്തത് കണ്ടോ. അപ്പോൾ വിവാഹമെന്ന കൂദാശയിലൂടെ രണ്ട് വ്യക്തികളെ കൂട്ടി ഒന്നാക്കുന്നത്, അല്ലെങ്കിൽ വെൽഡ് ചെയ്ത് ഒറ്റ വ്യക്തിയാക്കി മാറ്റുകയാണ് യേശു തമ്പുരാൻ ഇവിടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യൻ വേർപെടുത്തരുത്. ഒരു മനുഷ്യനും ഏതെങ്കിലും കാരണം പറഞ്ഞ്, ഏത് കാരണവുമായിക്കോട്ടെ, നിങ്ങൾക്ക് ന്യായീകരിക്കാൻ പറ്റുന്ന പലവിധമായ കാരണങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരിക്കാം. അങ്ങനെ ഉണ്ടായിരിക്കെ തന്നെ ഇതൊക്കെ കാണിച്ചുകൊണ്ട് അവരുടെ വിവാഹ ദാമ്പത്യ ജീവിതത്തിൽ മറ്റാരും ഇടപെട്ടുകൊണ്ട് അവരെ ഭിന്നിപ്പിക്കാനോ അവരെ ഡൈവോഴ്സാക്കാനോ അവരെ രണ്ടാക്കാനോ പ്രിയമുള്ളവരെ നിങ്ങൾ ശ്രമിക്കരുത് എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശു പറഞ്ഞ ഈ മറുപടിക്ക് മറുചോദ്യം ഈ പരീശന്മാർ യേശുവിനോട് ചോദിക്കുക. മോശ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഭാര്യമാർക്ക് ഉപേക്ഷാപത്രം കൊടുത്ത് വേണമെങ്കിൽ അവരെ ഉപേക്ഷിക്കാം, ഉപേക്ഷിച്ച് വേറെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ഇതാ യേശുവിനോട് പറയുക. എന്താ ഉപേക്ഷാപത്രം? അവർ അർഹിക്കുന്നത്, ഭാര്യ എന്ന നിലയിൽ അവരർഹിക്കുന്ന അവർക്ക് ആവശ്യമായ സമ്പത്തുകൾ, അവരുടെ ചെലവിനുള്ളത് അവർക്കായി കൊടുത്തിട്ട് അവരെ പറഞ്ഞു വിടുക, അവരെ ഉപേക്ഷിക്കുക. ഇങ്ങനെ
ചെയ്യാമെന്ന് മോശ ഒരു നിയമം നൽകിയിട്ടുണ്ടല്ലോ, അതിനെക്കുറിച്ച് നീ എന്ത് പറയുന്നു എന്ന് ഇതാ പരീശന്മാർ യേശുവിനോട് ചോദിച്ചതിന് യേശു കൊടുത്ത മറുപടി, അത് നിങ്ങളുടെ ഹൃദയ കാഠിന്യം നിമിത്തമാണ് മോശ അപ്രകാരം നമ്മളോട് സംസാരിച്ചത്. അങ്ങനൊരു നിയമം മോശ നൽകിയത് നിങ്ങളുടെ ഹൃദയ കാഠിന്യം നിമിത്തമാണ്. എന്നാൽ ആദ്യം മുതലേ അങ്ങനെ ആയിരുന്നില്ല. ആദ്യം മുതലേ അങ്ങനെ ആയിരുന്നില്ല. നിങ്ങൾ മത്സരിച്ച് മോശയോട് ചെന്ന് പറഞ്ഞ് നിങ്ങളുടെ ഹൃദയ കാഠിന്യം, എനിക്ക് ഈ ഭാര്യയെ ഉപേക്ഷിച്ചേ പറ്റൂ, ഇതിൻ്റെ കൂടെ സഹിക്കാൻ പറ്റിയല്ല, ഇതിൻ്റെ കൂടെ പൊറുക്കാൻ പറ്റിയല്ല, അവൾ പാപിയാണ്, ശല്യമാണ്, അവൾ ആവിധ പാവങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ശല്യം ചെയ്തു കഴിഞ്ഞപ്പോൾ ഈ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അത്രമാത്രം ഹൃദയ കാഠിന്യം മനസ്സിലാക്കിയത് കൊണ്ട് മോശ പറഞ്ഞു, എന്നാൽ അവളുടെ അവകാശപ്പെട്ടതെല്ലാം കൊടുക്ക്, ശേഷിച്ച കാലം ജീവിക്കാനുള്ള വകയും കൂടെ കൊടുത്തിട്ട് വേണമെങ്കിൽ അവളിൽ നിന്ന് നീ വേർപിരിയുക, അവളെ പറഞ്ഞു വിടുക എന്ന് മോശ നൽകി. ഈ മോശ നൽകിയത് ഇത് ദൈവത്തിൻ്റെ ഹിതമല്ല, നിങ്ങളുടെ ഹൃദയകാഠിന്യം നിമിത്തം മോശ അങ്ങനെ പറഞ്ഞെന്നേ ഉള്ളൂ. എന്നാൽ അനാദിയിലെ ആദ്യം മുതലേ അങ്ങനെ ആയിരുന്നില്ല. അപ്പം വിവാഹം ദൈവം തുടങ്ങിയ, ദൈവം സ്ഥാപിച്ച ആദ്യം മുതൽ അങ്ങനെ ആയിരുന്നില്ല. വേർപിരിയാൻ പാടില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ശബ്ദം കേൾക്കുന്ന ഏതെങ്കിലും ഭാര്യ ഭർത്താക്കന്മാരുണ്ടെങ്കിൽ ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, ഏതെങ്കിലും ഒരു കാരണത്താൽ നിങ്ങൾ ഭർത്താവിൽ നിന്ന് വേർപിരിയുവാൻ, ഭാര്യയിൽ നിന്ന് വേർപിരിയുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് തിരുവചനപ്രകാരം തെറ്റാണ്, പാപമാണ് എന്ന് ഞാൻ സ്നേഹത്തോടെ പറയട്ടെ. ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയ കാഠിന്യം നിമിത്തം വന്ന നിയമമാണ് ഇന്ന് രൂപതകളിലും ക്രൈസ്തവ സഭകളിലും ഉണ്ടായിരിക്കുന്നത്. നിങ്ങൾക്ക് പറ്റിയല്ല, അല്ലെങ്കിൽ ആ പ്രശ്നമാണ്, ഈ പ്രശ്നമാണ്, ജീവിച്ചു പോകാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഏതെങ്കിലും കാരണങ്ങളോ ഇല്ലാത്ത കാരണങ്ങളോ പറഞ്ഞു കഴിഞ്ഞ് ഇതാ ശല്യം സഹിക്കാൻ വയ്യാതെ വരുന്നത് കൊണ്ട് ഇതാ മനസ്സോടെ പല സ്ഥലങ്ങളിലും വിവാഹമോചനം നിങ്ങൾക്ക് ഇതാ ഔദ്യോഗികമല്ലാതെ നിങ്ങൾ നൽകുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതൊന്നും ദൈവഹിതമല്ല, ഇത് ദൈവ പദ്ധതിയിൽപ്പെട്ടതല്ല. ആദിയിലേ അങ്ങനെ ആയിരുന്നില്ല. നിങ്ങളുടെ ഹൃദയ കാഠിന്യം നിമിത്തമാണ് മോശയിലൂടെ കിട്ടിയത് ഇന്നും പല മേഖലകളിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ദൈവം നമുക്ക് നൽകിയതിനെ നമ്മൾ സ്നേഹിക്കണം. അതേത് കുറവുള്ളവളാണെങ്കിലും, എത്ര കുറവുള്ള ഭർത്താവാണെങ്കിലും, എത്ര കുറവുള്ള ഭാര്യയാണെങ്കിലും, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നാം സ്നേഹിക്കുവാൻ എല്ലാ കുറവുകളോടും കൂടെ എല്ലാ പ്രത്യേകതകളോടും കൂടെ ഞാൻ നമ്മുടെ ഭാര്യയെ അല്ലെങ്കിൽ ഭർത്താവിനെ സ്നേഹിക്കുവാൻ നമ്മൾ കടപ്പെട്ടവരാണ്. ഹല്ലേലൂയ. വിശുദ്ധ പൗലോസ്ലിഹ കൊന്തോസിലെ സഭയ്ക്ക് എഴുതിയ അതിന്റെ 10-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നു: ഭാര്യ ഭർത്താവിൽ നിന്ന് വേർപിരിയരുത്, അഥവാ വേർപിരിയുന്നു എങ്കിൽ അവിവാഹിതയെ പോലെ ജീവിക്കണം, അല്ലെങ്കിൽ ഭർത്താവുമായി രമ്യതപ്പെടണം. ഹല്ലേലൂയ. ഭാര്യ ഭർത്താവിൽ നിന്ന് വേർപിരിയരുത്, ഭർത്താവ് ഭാര്യയിൽ നിന്ന് വേർപിരിയരുത്. പൗലോസ്ലിഹ പറയാണ്, ഞാനല്ല, കർത്താവ് തന്നെ നിങ്ങളോട് പറയുന്നു, ഭാര്യ ഭർത്താവിൽ നിന്ന് വേർപിരിയരുത്. പിരിയരുത്. ഇനി അഥവാ പിരിഞ്ഞാൽ നീ മറ്റൊരു വിവാഹം കഴിക്കാൻ പാടില്ല. നീ വിവാഹം കഴിക്കാതെ നീ ജീവിച്ചോണം. കണ്ടോ? വിവാഹത്തെക്കുറിച്ച് തിരുവചനം എന്താ പഠിപ്പിക്കുന്നത്?
ദൈവത്തിന് അതിശക്തമായ നിലപാടുകൾ പ്രിയമുള്ളവരെ വിവാഹത്തെക്കുറിച്ചുണ്ട്. നീ ഭർത്താവിൽ നിന്ന് വേർപിരിയരുത്, ഭാര്യയിൽ നിന്ന് ഭർത്താവ് വേർപിരിയരുത്. ഇനി സഖികെട്ട് ഒരിക്കൽ പോലും ജീവിക്കാനേ പറ്റുകയില്ല എന്ന് പറഞ്ഞ് നീ വേർപിരിഞ്ഞാൽ, നീ ഡിവോഴ്സ് വാങ്ങി നീ പോയാൽ, നീ മറ്റൊരാളെ പിന്നെ കെട്ടാൻ പാടില്ല, വിവാഹം കഴിക്കാൻ പാടില്ല. നീ അവിവാഹിതയെ പോലെ പിന്നീട് ജീവിച്ചോണം, അവിവാഹിതയെ പോലെ ജീവിച്ചോണം. ഇല്ലെങ്കിൽ അത് പാപമാണ് എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുക. ഹല്ലേലൂയ. ഇന്ന് പലയിടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാ. ഒരാളിൽ നിന്ന് വേർപിരിയുന്നത് തന്നെ എന്താ? ഉത്തരത്തെ നിന്ന് കൈ എടുക്കുന്നത് എന്തിനാ? താഴെയുള്ളത് എടുക്കാനായിട്ടാ. ഉത്തരത്തെ നിന്ന് കൈ വിടുന്നത് തന്നെ താഴെയുള്ളത് എടുക്കാൻ വേണ്ടിയിട്ടാ. അപ്പം നിലവിലുള്ളതിനെ ഏതെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞ് ഉപേക്ഷിക്കുന്നത് തന്നെ അല്ലേ? അരമന കോടതിയിലും സിവിൽ കോടതിയിലും നമ്മൾ കംപ്ലൈൻറ്റുകൾ കൊടുത്ത്, അപേക്ഷ കൊടുത്ത്, നീണ്ട വർഷങ്ങൾ കാത്തിരുന്ന് ഡിവോഴ്സിൻ്റെ പുറകെ നമ്മൾ ശ്രമിക്കുന്നതിന് കാരണം എന്താ? ഇതൊന്ന് ഉപേക്ഷിച്ചിട്ട് വേണം വേറെ ഒന്നിനെ കെട്ടാൻ. ഒന്നിനെ ഉപേക്ഷിച്ചിട്ട് ഡിവോഴ്സ് വാങ്ങി ഇനി മറ്റൊന്നിനെ കെട്ടാതെ ജീവിക്കുന്ന എത്ര പേരുണ്ട്? പ്രിയമുള്ളവരെ, നിങ്ങൾ വേർപിരിഞ്ഞവരായി നീ ജീവിച്ചോണം. നീ അങ്ങനെ ജീവിക്കുന്നില്ലെങ്കിൽ നീ വ്യഭിചാരം ചെയ്യുന്നു. മറ്റൊരാളെ നീ വിവാഹം കഴിച്ചാൽ വ്യഭിചാരം ചെയ്യുന്നു എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. നീ അവിവാഹിതയെ പോലെ പിന്നെ ജീവിച്ചോണം. അപ്പോൾ വിവാഹവുമായി ബന്ധപ്പെട്ട് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്ന വളരെ ഗൗരവമായ കാര്യങ്ങളാണ്. കാരണം വിവാഹം അത് പരിശുദ്ധമായ കാര്യമാണ്, അത് വിശുദ്ധമായൊരു കൂദാശയാണ്, വിശുദ്ധമായൊരു പ്രവൃത്തിയാണ്. ദൈവത്തിൻ്റെ അഭിഷേകം കുടുംബങ്ങളിലൂടെയാണ് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കാളിയാകുന്ന ഒരു പ്രവൃത്തിയാണ് ഭാര്യഭർത്തൃ ജീവിതം എന്ന് പറയുന്നത്. അതിനെ സീരിയസ് ആയിട്ട് നമ്മൾ കാണണം, അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കണം, അറിയണം. ദൈവം നൽകിയ ജീവിത പങ്കാളിയെ നമ്മൾ സ്നേഹിക്കുവാൻ നമ്മൾ തുടങ്ങണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഏതെങ്കിലും ഒരു കാരണത്താൽ അവൾക്ക് വിദ്യാഭ്യാസമില്ല, പഠിത്തില്ല, അതിന് അസുഖമാണ്, പ്രസവിക്കുകയില്ല, അല്ലെങ്കിൽ കോപിഷ്ടിയാണ്, അനുസരിക്കുകയില്ല, പണം തരികയില്ല, എൻ്റെ കാര്യം നോക്കുന്നില്ല, സൗന്ദര്യമില്ല, ഏത് കാരണം പറഞ്ഞാണെങ്കിലും ഉപേക്ഷിക്കുവാൻ ന്യായീകരണമില്ല സഹോദരങ്ങളെ. അക്കരെ പച്ച കണ്ട് ഇന്ന് പലരും ഓടുകയാണ്. സ്വദേശത്തും വിദേശത്തും ഇഷ്ടംപോലെ നമുക്ക് കാണുവാൻ നമുക്ക് സാധിക്കും. ഓരോ വ്യക്തികൾക്കും പല ഫ്രണ്ട്സുകളാണ്. അതുകൊണ്ട് ഇതിനെ വളരെ ഗൗരവമായിട്ടെടുക്കണം. അപ്പം ഇത് കേട്ടപ്പോൾ യേശു പറയുകയാണ്, അല്ല, യേശുവിൻ്റെ ഈ സ്വരം കേട്ടപ്പോൾ, ഈ ഉപദേശം കേട്ടപ്പോൾ ഈ പരീശന്മാർ ചോദിക്കുകയാണ്, വിവാഹബന്ധം ഇത്ര ഗൗരവമുള്ളതാണെങ്കിൽ കണ്ടോ, ഈ വിളിയിലേട്ട് ആര് കടന്നു വരും? ഈ വിളി ആര് സ്വീകരിക്കുമെന്ന്? യേശു പറയുകയാണ്, കൃപ ലഭിച്ചവർക്കല്ലാതെ ഈ ഉപദേശം സ്വീകരിക്കുക പ്രയാസമാണ്. ഞാൻ ഈ പറയുന്ന വചനം ഇതെൻ്റെ വചനമല്ല. അപ്പം ഞാൻ ഈ വചനം പറയുമ്പോൾ പലരും ഇത് സ്വീകരിക്കണമെന്നില്ല, തള്ളിക്കളയും, പുച്ഛിക്കും. ഇവനെന്നതാ ഈ പറയുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. അപ്പോൾ ബൈബിൾ എന്താ പഠിപ്പിക്കുന്നത്? ഈ ഉപദേശം കൃപ ലഭിച്ചവർക്കല്ലാതെ ഇത് സ്വീകരിക്കാനോ പ്രാവർത്തികമാക്കാനോ പറ്റുകയില്ല. അതുകൊണ്ട് ഇതുപോലെയൊരു ജീവിതം, ഇപ്രകാരമുള്ളൊരു ജീവിതം നയിക്കണമെങ്കിൽ പ്രിയമുള്ളവരെ, കൃപ കൂടിയേ പറ്റൂ. കൃപ, ദൈവത്തിൽ നിന്ന് കൃപ പ്രാപിച്ചവർക്കല്ലാതെ ഇതുപോലെ ഒരു ദാമ്പത്യ ജീവിതം നയിക്കുവാൻ സാധിക്കുകയില്ല.
വിവാഹം കഴിച്ച ഭർത്താവിനോടൊപ്പം മരിക്കുന്നതുവരെയും ആ ഭാര്യയോടൊപ്പം ജീവിക്കാൻ സാധിക്കുക, അത് വലിയൊരു അനുഗ്രഹമാണ്. ഇനി അഥവാ ഏതെങ്കിലും കാരണത്താൽ വേർപിരിഞ്ഞാൽ മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാതെ അവിവാഹിതയെപ്പോലെ ജീവിക്കാൻ സാധിക്കുക, അതും കൃപ ലഭിച്ചവർക്ക് ദൈവം കൊടുത്ത ബ്ലെസ്സിംഗ് ആണ്, അനുഗ്രഹമാണ്. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. അതാണ് തിരുവചനം പഠിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ മുൻപിൽ നിങ്ങൾ അപ്പോഴും വിവാഹിതരാ. കണ്ടോ, ദൈവം പൊളിച്ചെഴുതുന്നില്ല, ദൈവം ഡിവോഴ്സ് ആക്കുന്നില്ല, ദൈവം തകർത്ത് കളയുന്നില്ല. ആത്മമണ്ഡലത്തിൽ ദൈവത്തിൻ്റെ മുൻപിൽ സ്വർഗത്തിൽ നിങ്ങൾ ദമ്പതികളാ. ഈ ലോകത്തിൽ ലോകമുണ്ടാക്കിയ നിയമങ്ങൾ മൂലം നിങ്ങളെ രണ്ടാക്കി മാറ്റിയാലും, നിങ്ങൾ രണ്ടായി കഴിഞ്ഞാലും അതുവഴി നിങ്ങൾ സന്തോഷിക്കുന്നുണ്ടായിരിക്കാമെങ്കിലും ദൈവം നോക്കുമ്പോൾ നിങ്ങളെ ദമ്പതികളായിട്ടാണ് ദൈവം നിങ്ങളെ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങൾ ദമ്പതികൾ അല്ലാതായി മാറുന്നില്ല. പ്രിയമുള്ളവരെ, ഇതിൻ്റെ വളരെ ഗൗരവം നമ്മൾ മനസ്സിലാക്കുക. ഇതാണ് വിവാഹത്തിൽ ദൈവം സാക്ഷിയായി വന്നാൽ ഉള്ള ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. ഒരു ചായ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് വെള്ളമുണ്ട്, പിന്നെ തേയില, പാല്, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ചൂടാക്കി തിളപ്പിച്ചെടുക്കുന്നതാണ് ചായ അല്ലെങ്കിൽ കാപ്പി. ഈ കാപ്പി ഉണ്ടായി കഴിയുമ്പോൾ കാപ്പിയിൽ നിന്ന് വെള്ളത്തെ മാറ്റാനോ പാലിനെ മാറ്റാനോ പിന്നെ പഞ്ചസാര വേർതിരിക്കാനോ നമുക്ക് പറ്റിയല്ല. പലതായിരിക്കുന്നതിനെ ഒന്നിച്ചാക്കാൻ പറ്റും, പക്ഷെ ഒന്നിച്ചായതിനെ പിന്നെ രണ്ടോ മൂന്നോ ആക്കാൻ സാധ്യമല്ല. രണ്ട് വ്യക്തികളെ ഒന്നിപ്പിക്കുക, അതാണ് സഭ ചെയ്യുന്നത്, അതാണ് യേശു ചെയ്യുന്നത്. രണ്ടാക്കുക ദൈവത്തിൻ്റെ പ്രവൃത്തിയല്ല, സഭയുടെ പ്രവൃത്തിയല്ല. ഹല്ലേലൂയ. അതാ ശാരീരികമായി ഭൗതികമായി നിങ്ങൾ രണ്ടായാലും സഭ നിങ്ങളെ ഒരു മൗന അനുവാദത്തിലൂടെ നിങ്ങൾ വേർപിരിയാൻ അനുവാദം തന്നാലും ദൈവത്തിൻ്റെ മുൻപിൽ നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങൾ രണ്ടല്ല, ഒന്നാണ്. അതുകൊണ്ടാണ് തിരുവചനം പഠിപ്പിക്കുന്നത്, വേർപിരിഞ്ഞവരെ പോലെ ജീവിച്ചോണ്. പിന്നെ നീ വിവാഹം കഴിച്ചാൽ നീ വ്യഭിചാരം ചെയ്യുക. ഹല്ലേലൂയ. ഈ വചനം കഠിനമത്രേ. ഇപ്രകാരമാണെങ്കിൽ വിവാഹ ജീവിതം എത്രയോ പ്രയാസകരമാണ് എന്നാണ് നാട്ടുകാർ ചോദിച്ചത്, പരീക്ഷന്മാർ ചോദിച്ചത്. യേശു പറയാണ്, കൃപ ലഭിച്ചവർ. പ്രിയമുള്ളവരെ, വിവാഹ ജീവിതത്തിലേക്ക് ഒരാൾക്ക് കടന്നു വരണമെങ്കിൽ, വിവാഹ ജീവിതം അനുഗ്രഹപ്രദമാകണമെങ്കിൽ, ദാമ്പത്യ ജീവിതത്തിൻ്റെ മാധുര്യം നിങ്ങൾക്ക് അനുഭവിച്ചറിയണമെങ്കിൽ ദൈവത്തിൻ്റെ കൃപ കൂടിയേ പറ്റുള്ളൂ. ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി ഓരോ ദമ്പതികളും, ഈ ശബ്ദം കേൾക്കുന്ന ഓരോ ഭാര്യ ഭർത്താക്കന്മാരും, കർത്താവേ നിൻ്റെ കൃപ എന്നിലേക്ക് വർഷിക്കണമേ, ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലേക്ക് നിന്റെ കൃപ കൊണ്ട് നിറയ്ക്കണമേ, നിന്റെ അഭിഷേകം, നിന്റെ കൃപയുടെ മഹത്വം ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ, ഞങ്ങളുടെ കിടപ്പറയിലേക്ക് നൽകണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. ദൈവം ഇടപെടും. സാക്ഷിയായി വിവാഹത്തിൽ വന്നവൻ, ഇറങ്ങി വന്നവൻ, അവനെ ആ പ്രശ്നത്തിൽ ഇടപെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരു ക്രിസ്തീയ വിവാഹിതർക്ക്, ക്രൈസ്തവ വിവാഹിതർക്ക്, ദമ്പതികൾക്ക് വിവാഹമോചനം സാധ്യമല്ല. ദൈവം അനുവദിക്കുന്നില്ല. ദൈവം കൂട്ടിച്ചേർത്തത് അത് എന്നേക്കുമായി കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്. ആ വ്യക്തി ഇഷ്ടപ്പെടാനും, ആ ഭാര്യയെ സ്വീകരിക്കാനും, ആ ഭർത്താവിന് ഇഷ്ടപ്പെടാനും, പൊറുക്കുവാനും ക്ഷമിക്കുവാനും തയ്യാറാകുമ്പോൾ, അല്ലെങ്കിൽ തയ്യാറാകാനുള്ള കൃപ നിങ്ങളുടെ മേൽ വരുമ്പോൾ, നിങ്ങളെ ഭിന്നതകൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികളെല്ലാം പരിഹരിക്കപ്പെടുന്ന അനുഭവം ഉണ്ടാകും. കർത്താവേ, ഈ കൃപ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
മഹത്യാഗത്തെ ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ. എല്ലാ ദമ്പതികളും കണ്ണുകളെ അടച്ച് ദൈവരങ്ങളിലേക്ക് നിങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിര. കർത്താവേ, നിന്റെ കൃപ കൊണ്ട് എന്നെ നിറയ്ക്കണമേ. നീ എനിക്ക് കൂട്ടരുതെന്ന മരണം വരെയും കൂട്ടാളിയായിട്ട് നൽകിയ എൻ്റെ ജീവിത പങ്കാളിയെ സ്നേഹിക്കുവാൻ, പൊറുക്കുവാൻ, മറക്കുവാൻ, ആ വ്യക്തിയുടെ കുറവുകളോടുകൂടെ സ്വീകരിക്കാനുള്ള കൃപ എനിക്ക് നൽകണമേ. ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലേക്ക്, ഞങ്ങളുടെ കിടപ്പറയിലേക്ക് കർത്താവേ, നിന്റെ കൃപ കൊണ്ട് നിറയ്ക്കണമേ. കൃപയാൽ നിറയ്ക്കണമേ കർത്താവേ. നീ എനിക്ക് നൽകിയതിനെ സ്വീകരിക്കുവാൻ, അതിൽ തൃപ്തിപ്പെടുവാൻ കൃപയും അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിച്ച് കരമുയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ അഭിഷേകമായി നിറയട്ടെ, സ്വർഗ്ഗത്തിന്റെ മഹത്വം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ പരിശുദ്ധ അമ്മയുടെ മേൽ, മറിയുടെ മേൽ ഇറങ്ങിയ കൃപ, ദൈവ കൃപ നിറഞ്ഞവളേ എന്ന് പറഞ്ഞതുപോലെ ദൈവമേ, ഈ ദമ്പതികളെ നിന്റെ കൃപ നിറയട്ടെ പ്രാർത്ഥിക്കുന്നു കർത്താവേ. കൃപ നിറയട്ടെ പ്രാർത്ഥിക്കുന്നു. തകർന്ന ദാമ്പത്യ ജീവിതങ്ങളിലേക്ക്, ഡിവോഴ്സിന്റെ വക്കിലെത്തിയിരിക്കുന്നവരുടെ മേല്, ഭിന്നതയിൽ കഴിയുന്ന ദമ്പതികളുടെ മേല് കർത്താവേ, നിന്റെ കൃപ കൊണ്ട് നിറയ്ക്കണമേ. ഐക്യത്താൻ നിറയ്ക്കണമേ, സ്നേഹത്താൻ നിറയ്ക്കണമേ. ദൈവിക അഭിഷേകം എല്ലാ ദമ്പതികളുടെ മേൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഐക്യത്തിന് സ്നേഹത്തിന്റെ ആത്മാവ് നിറയട്ടെ, സന്തോഷത്താൽ നിറയട്ടെ. നീ സാക്ഷിയായി കർത്താവേ, നീ ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ നാമത്തെ ജീവിതത്തിൽ നീ ഇട്ടവരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, പ്രാർത്ഥനകൾക്കായി സ്തോത്രം കർത്താവേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ, ആമേൻ. God bless you. Amen. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ